കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ഒരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി. കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ഒരു യുവതി, 20 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള ഒരു യുവതി, അവർ തനിക്ക് ഗർഭിണിയായതുകൊണ്ട് തന്നെ ആ ഗർഭം അലസിപ്പിക്കാനുള്ള, അബോർഷൻ ചെയ്യാനുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് വരികയാണ്. ആശുപത്രിയിൽ എത്തുകയും കേവലം 6 മാസം മാത്രം പ്രായമുള്ള ആ ചോര പൈതലിനെ അവർ ഈ ഗുളിക കഴിച്ചതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ ഒരു ടോയ്ലറ്റിൽ പോയി അവിടെ പ്രസവിക്കുകയും ചെയ്യാണ്. ക്ലോസറ്റിലായിരുന്നു പ്രസവിച്ചതിന് ശേഷം ഫ്ലഷ് അടിച്ച് ആ കുട്ടിയെ അങ്ങ് ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. അതിനുശേഷം തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം ഈ വിവരം അറിഞ്ഞപ്പോഴാണ് പിന്നീട് ഫയർഫോഴ്സുമായിട്ടൊക്കെ വന്ന് അവിടെയുള്ള ക്ലോസറ്റിന്റെ ആ കുഴി മൊത്തം മാന്തി എടുത്ത് ആ കുട്ടിയെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു മനസാക്ഷിയുള്ള ഒരാൾക്ക് കേവലം കേട്ടു നിൽക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ളൊരു വാർത്ത. ആ ക്ലോസറ്റിന്റെ എല്ലാ വേസ്റ്റുകൾക്കിടയിൽ നിന്ന് ഒരു ചോര പൈതലിനെ എടുക്കുകയും ആ എടുത്ത സമയത്ത് ആ കുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു എന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ട ഒരു വാർത്തയാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇതേ വിഷയത്തിൽ ഒരുപാട് മറ്റധികം വാർത്തകൾ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കേരളത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, ശിശു വികസന വകുപ്പ് നടത്തുന്ന. അതിൽ 1000-ഓളം കുട്ടികളാണ് അമ്മമാർക്ക് ഈ കുട്ടികളെ വളർത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇവിടെ ഏൽപ്പിക്കുന്നത്. 1000-ാമത്തെ കുട്ടി ഈ ഇടയ്ക്ക് അവിടെ എത്തി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ തന്നെ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് എന്നതാണ്, 670 പെൺകുട്ടികളാണ് എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഈ കണക്ക് ഇവിടെ ആമുഖത്തിൽ ഖുതുബയിൽ പറയാനുള്ള കാരണം, പുതിയ തലമുറ, ആധുനിക സമൂഹം, ഉത്തരാധുനിക സമൂഹം എന്നൊക്കെ പറയുന്ന 21st സെഞ്ചുറിയിലുള്ള ഏറ്റവും മോഡേൺ ആയി, സിവിലൈസ്ഡ് ആയി ജീവിക്കുന്ന ഒരു തലമുറ എന്ന് പറയുന്ന നമ്മളിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ, ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ മനസാക്ഷിയെ വെല്ലുവിളിക്കുന്ന, ഒരാൾക്ക് കരഞ്ഞുകൊണ്ടല്ലാതെ കണ്ണീരൊരു പൊടി കണ്ണുനീർ വരാതെ കേൾക്കാൻ കഴിയാത്ത, മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അത്തരം വാർത്തകൾ നമ്മൾ ദിനേന എന്നോണം നോർമലായി പലപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളും വാർത്തകളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആംഗിൾ ഉണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് അതിന് 2 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള ഒരു സമയവും അതിന് ശേഷമുള്ള സമയവും. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യ, ജാഹിലിയ കാലഘട്ടം എന്നായിരുന്നു അന്ന് അതിനെ ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്രമേൽ അന്ധകാരം നിറഞ്ഞ, ഇരുട്ടടഞ്ഞ ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. അവർക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. ലഹരിയില്ലാതെ അവർക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുമായിരുന്നില്ല. വ്യഭിചാരവും ചൂതാട്ടവും പലിശയും തുടങ്ങി ഏതെല്ലാം ഹറാമുകളുണ്ടോ അതെല്ലാം അവരുടെ കൂടപ്പിറപ്പുകളായി അത്തരത്തിൽ കുത്തഴിഞ്ഞൊരു ജീവിതം ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ അറേബ്യ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഇസ്ലാമിന്റെ ഈ ചരിത്രത്തെ പറ്റി അറിയാത്ത ആളുകളാണെങ്കിൽ, അങ്ങനെ ഒരു തലമുറ വളർന്നു വന്നാൽ, ജാഹിലിയയെ പറ്റി അറിയാത്ത ഒരു തലമുറ വളർന്നു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിന്റെ ഇഴകൾ ഓരോന്നായി അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമിനെ പറ്റി അറിയണമെങ്കിൽ ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ആ ജാഹിലിയയെ പറ്റിയും നമ്മൾ അറിയേണ്ടതുണ്ട്. അത്രമേൽ ഇരുട്ടടഞ്ഞ, എല്ലാ നിലയ്ക്കും സംസ്കാരശൂന്യമായി വളർന്നു വന്നിരുന്ന ഒരു തലമുറയായിരുന്നു ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നത്. അവരെ പിന്നീട് പരിവർത്തിപ്പിച്ചെടുത്തത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ന് നമുക്കറിയാം. ആ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുസ്വഭാവമായിരുന്നു ഖുർആൻ തന്നെ എടുത്ത് പറയുന്നുണ്ട്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ, അവരിൽ ആരോടെങ്കിലും അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുന്നത്, ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. ആ വാർത്ത അറിയിക്കപ്പെട്ടാൽ, നിനക്ക് ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായിട്ടുള്ളത് എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖം കറുക്കുമായിരുന്നു. ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് അവരാകെ വിളർക്കുമായിരുന്നു. ശേഷം അവരുടെ മുഖം തന്നെ കറുത്തിരുണ്ട രൂപത്തിലേക്ക് മാറുമായിരുന്നതാണ്. അത്രമേൽ അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടാവുക എന്നത് അപമാനമായി കണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ആയതിനെ തുറന്നു കാണാൻ സാധിക്കും. അത്രമേൽ അപമാനം അവർക്കുള്ളത് കൊണ്ട് തന്നെ ആ കുട്ടിയെ നേരിട്ട് പോയി ഒരു ജീവനോടെ കുഴിയിൽ കുഴിച്ചു മൂടാനാണ് പലപ്പോഴും ജാഹിലിയത്തിലെ അറബികൾ ശ്രമിച്ചിരുന്നതാണ്. ആലോചിക്കുമ്പോൾ നിങ്ങൾ, മനസാക്ഷി ഇല്ലാത്തൊരു തലമുറയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറയാറുണ്ട്.
അതേ കണക്കിന് ഒരുപക്ഷെ അവരെക്കാൾ ഒരു പടി മുന്തിയ രൂപത്തിലാണ് ഇന്ന് മനസാക്ഷി ഇല്ലാത്ത രൂപത്തിൽ പുതിയ 21st സെഞ്ചുറിയിലുള്ള ആളുകളും ജാഹിലിയത്തിനെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലൊക്കെ വലിയ മാതൃക നമുക്കുണ്ട്. നമ്മൾ സ്വീകരിക്കേണ്ട സമീപനവും നമ്മുടെ ചിന്താധാരകളും ഒക്കെ എത്രമേൽ ഇസ്ലാമികമാക്കണമെന്നത് ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇടയ്ക്കാണ് ബാംഗ്ലൂരിൽ മറ്റൊരു വാർത്ത കേട്ടത്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പരത്തുന്ന എല്ലാവർക്കും കാണാൻ കഴിയും. 13 ദിവസം മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയെ, ആ കുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ, ആ കുട്ടി പെൺകുട്ടിയാണ് എന്നതിന്റെ പേരിൽ മാത്രം ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി ഇടുകയും പിന്നീട് കുറച്ച് ദിവസം ശേഷം ആ കുട്ടിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. സ്വന്തം പിതാവും മാതാവുമാണ് ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് എന്നത് അത്രമേൽ ഗൗരവമുള്ള വിഷയമായിക്കൊണ്ട് ഇത് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. ലോകാരോഗ്യ സംഘടന കണക്ക് പ്രകാരം ഓരോ വർഷവും 7.3 കോടി ഇത്തരം അബോർഷനുകൾ അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത രൂപത്തിൽ കുട്ടികളെ കൊല്ലുന്നൊരവസ്ഥ 7.5 കോടിയോളം ഓരോ വർഷവും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ ഇത്തരം വിഷയം വളരെ ഗൗരവത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. 17-ാം അധ്യായം 31-ാമത്തെ വചനത്തിൽ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുകും വ ഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിക്കരുത്. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട്, നിങ്ങൾക്കൊരു ദാരിദ്ര്യാവസ്ഥ ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾ വധിക്കാൻ പാടില്ല. നഹ്നു നർസുഖുകും, തീർച്ചയായും അവർക്ക് റിസ്ക് കൊടുക്കുന്നത് അത് നമ്മളാണ്, അത് അള്ളാഹുവാണ്. അല്ലാഹു പറയുന്നത് വ ഇയ്യാകും, നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. നിങ്ങളൊക്കെ കുറെ ഉള്ള ആളുകളാണ്, നിങ്ങളുടെ മക്കൾക്കൊന്നും ഉണ്ടാവില്ലെന്ന് പേടിച്ചിട്ടാണല്ലോ, എങ്കിൽ നിങ്ങൾക്കും അവർക്കുമൊക്കെ റിസ്ക് നൽകുന്നത് അള്ളാഹുവാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, തീർച്ചയായും നിങ്ങൾ അങ്ങനെ കൊല്ലുക എന്നത്, വധിക്കുക എന്നത് അത് ഭീകരമായ ഒരു തെറ്റാകുന്നു എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ അറബികളോട് പറയണം. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്നത് മനുഷ്യനെ വധിക്കുക എന്നുള്ളതാണ്. സ്വന്തം ചോരയിൽ പിറക്കുന്ന കുട്ടികളെയാണെങ്കിൽ അതിന്റെ ഗൗരവം എത്രത്തോളാണ്? ഏതെങ്കിലും ഒരാൾ വധിക്കുന്നത് പോലെയല്ല സ്വന്തം കുഞ്ഞിനെ വധിക്കുന്നത്. അതിന്റെ ഗൗരവവും ആ വിഷയത്തിന്റെ ഭീകരതയും വർദ്ധിക്കുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഇത്തരം വിഷയത്തിൽ യാതൊരു മനസ്സങ്കോചവും ഇല്ലാതെ മാറുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. അവിടെ ആലോചിക്കുമ്പോൾ ചെറിയ മക്കൾ, 1-2 വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികൾ, അവർ കളിപ്പാട്ടങ്ങളോട് കഥ പറഞ്ഞ് വളരേണ്ട ആളുകളാണ്. അവർ പൂവാടിയിൽ അല്ലെങ്കിൽ ഗാർഡനിലൊക്കെ പോയി പൂമ്പാറ്റകളുമായി കളിച്ച് ചിരിച്ച് വളരേണ്ട, അവരുടെ ചിരിയും കളിയും ബഹളവും അവരുടെ തമാശകളും ഒക്കെയായി ഒരു വീടിനെ അതിനേറ്റവും വീടാക്കി മാറ്റുന്നത് പലപ്പോഴും ചെറിയ മക്കളാണ്. ആ മക്കളെയാണ് പലപ്പോഴും ചെറിയ ചില കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വധിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നതും അത്തരൊരു ചോദ്യമാണ്. ഇങ്ങനെ സ്വന്തം മക്കളെ വധിക്കുന്ന ആളുകളോട് ഖുർആൻ ചോദിക്കുകയാണ്, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുട്ടികൾ നാളെ പരലോകത്ത് അവരുടെ അമ്മമാരോട്, ഉമ്മമാരോട്, അവരുടെ ഉപ്പമാരോട് ചോദിക്കുന്നുള്ളതാണ്. എന്താ ചോദിക്കുന്നത്? ബിഅയ്യി ദംബിൻ ഖുതിലത്, ഉമ്മച്ചിയെ, ഉപ്പച്ചിയെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കൊന്നു കളഞ്ഞത്, എന്നെ വധിച്ചു കളഞ്ഞത്? എന്തായിരുന്നു അതിന്റെ കാരണമെന്ന് നാളെ പരലോകത്ത് അത്തരം ഉപ്പമാരോടും ഉമ്മമാരോടും ചെറിയ മക്കൾ ചോദിക്കുന്നുള്ളതാണ്. ഇവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞതിന് ശേഷമാണ് കുഴിച്ചു മൂടിയിരുന്നത്. പെൺകുട്ടിയാണെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി മണ്ണിൽ കുഴിച്ചു മൂടുമായിരുന്നു. അവർ ജനിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അബോർഷൻ എന്ന ഓമന പേരിട്ടുകൊണ്ട് MTP എന്നും അബോർഷൻ എന്നൊക്കെ പറഞ്ഞ് ചെറിയ പ്രായത്തിൽ കുട്ടികൾ അവർ 6-7 മാസമാകുമ്പോൾ തന്നെ പല കാരണങ്ങൾ കൊണ്ട് ആ കുട്ടികളെ വധിക്കുന്ന, കൊന്നുകളയുന്നൊരവസ്ഥ, ജനിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതെ അതിന് മുമ്പേ കൊല്ലുന്നൊരവസ്ഥ ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഇതിന്റെ കണക്കുകൾ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിനെ ന്യായീകരിക്കുന്ന എത്രയോ ആളുകളെയും കാണാൻ സാധിക്കും. ഇടയ്ക്കൊരു സിനിമയിലെ വലിയ പ്രമുഖനായ ഒരു ഡയറക്ടർ സോഷ്യൽ മീഡിയയിൽ പറയുകയുണ്ടായി, ഈ കുട്ടികളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ, അബോർഷൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെന്നും ഓംലെറ്റ് കഴിക്കുന്ന ആളുകളല്ലേ. ഓംലെറ്റ് കഴിക്കുമ്പോൾ ഒരു മുട്ട, ഒരു മുട്ട എന്നത് അതൊരു കോഴിയായി മാറേണ്ട ഒന്നാണല്ലോ. ആ മുട്ടയെ നമ്മൾ പൊട്ടിച്ച് ഒരു കോഴിക്കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടല്ലേ ഓംലെറ്റ് കഴിക്കുന്നത്. അതുപോലെയൊക്കെ കണ്ടാൽ പോരെ എന്ന് ഒരു വലിയ വായിൽ പറയുന്ന ഒരു വർത്തമാനം ഈ ഇടയ്ക്ക് കേൾക്കുകയുണ്ടായി. അത്രമേൽ നിസ്സാരവൽക്കരിക്കുന്ന, ലാഘവത്തോടെ കാണുന്ന ഒരു കുഞ്ഞു ജീവനെ കൊല്ലുക എന്നത് അതൊരു പ്രശ്നവുമല്ലാതായി മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ കാരണങ്ങളെ പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്നാമതായി ഈ ചിന്ത കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അറിവില്ലാത്തത് കൊണ്ടാണ്. അതേപറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്.
ഒരു ഉപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ടവും ചേർന്ന് സങ്കലനം നടന്നുകൊണ്ട് അത് പിന്നീട് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് അത് ആദ്യം രണ്ട് സെല്ലുള്ള ഒരു വസ്തുവായി, പിന്നീട് 4ആയി, 8ആയി, 16ആയി, അങ്ങനെ വലുതായി 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 വരുന്ന ഒരവസ്ഥ. പരിശുദ്ധ ഖുർആൻ വ്യത്യസ്ത രൂപത്തിൽ ആ വിഷയത്തെ പറയുന്നുണ്ട്. ഒരു മനുഷ്യ കുഞ്ഞ് എങ്ങനെയാണ് മനുഷ്യനായി മാറുന്നത്? കേവലം ഉപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ടവും ഉണ്ടായിരുന്ന 2 സെല്ലുകൾ എങ്ങനെയാണ് ഒരു മനുഷ്യനായി ഒരു പെർഫെക്റ്റ് ആയ രൂപത്തിൽ അവൻ പിന്നീട് രൂപാന്തരം പ്രാപിക്കുന്നതെന്ന് ഖുർആൻ വിശദമായി പറഞ്ഞിരുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. തീർച്ചയായും മനുഷ്യനെ ഏറ്റവും നല്ല ഘടനയിലാണ് നാം സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ മനുഷ്യ കുഞ്ഞിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ആലോചിച്ചാൽ മാത്രം എങ്ങനെയാണ് പിന്നീട് ഇത്തരം ഒരു ക്രൂരമായ കൃത്യത്തിലേക്ക് മനുഷ്യന് പോകാൻ സാധിക്കുക? അവൻ ചിന്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു കുഞ്ഞിന് 40 ദിവസം പ്രായമായി കഴിഞ്ഞാൽ, ഒരു കുട്ടി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുട്ടിയുടെ ഒരു രൂപം തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിന് മുമ്പ് അവരെ ഫെർട്ടിലൈസേഷൻ നടന്ന് അതിനുശേഷം 40 ദിവസം അല്ലെങ്കിൽ 42 ദിവസം 45 എന്നൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. 1.5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റൂഹ് ഊതപ്പെടുകയായി. ആ റൂഹ് ഊതിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മനുഷ്യ കുഞ്ഞിന്റെ അതേ വ്യവസ്ഥകളാണ്, നിയമങ്ങളാണ് ആ കുട്ടിക്ക് ബാധകമായിട്ടുള്ളത്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ കൊല്ലുക എന്നത് അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുക എന്നതും ഒരു മടിയില്ലാത്തൊരവസ്ഥയായി പലപ്പോഴും കാണുന്ന ഒരവസ്ഥ കാണാൻ കഴിയും. നുത്ഫയായിക്കൊണ്ട്, പിന്നീട് അലഖയായിക്കൊണ്ട്, പിന്നെ മുളയായിക്കൊണ്ട്, ഖിലാബുകൾ പൊതിഞ്ഞുകൊണ്ട്, ലഹ്മദിനെ പൊതിഞ്ഞുകൊണ്ടൊക്കെയുള്ള വളരെ മനോഹരമായ ഒരു രൂപാന്തരം പ്രാപിക്കുന്ന ഘട്ടം ഖുർആനിൽ തന്നെ സൂറത്തുൽ മുഅ്മിനൂനിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാന വിഷയം, ഇത് അറിവില്ലാത്തതാണെന്ന് വെക്കാം. അറിവുള്ള ചില ആളുകളൊക്കെ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് എനിക്കിനി ഒരു കുട്ടിയെ കൂടി നോക്കി വളർത്താൻ കഴിയില്ല, എന്റെ സാമ്പത്തിക അവസ്ഥ നോക്കുമ്പോൾ ഞാൻ ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് എനിക്കൊരു കുട്ടിയെ വളർത്താൻ കഴിയാത്തത് കൊണ്ട് ആ കുട്ടിയെ കൊല്ലാം, അതാണ് പരിഹാരം എന്ന് ചിന്തിക്കുന്ന രണ്ടാമത്തെ കൂട്ടം ആളുകളെ കാണാൻ സാധിക്കും. അവിടെയാണ് ഖുർആനിലൂടെ മറുപടി പറഞ്ഞത്, വലാ തഖ്തുലു ഔലാദകും ഖശ്യത ഇംലാഖ്. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. കാരണം അള്ളാഹുവിനറിയാം ആർക്കാണ് റിസ്ക് കൊടുക്കേണ്ടത്, ആർക്കാണ് റിസ്ക് കൊടുക്കാൻ പാടില്ലാത്തത്. അവനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ദാരിദ്ര്യമായി തോന്നാം, പക്ഷേ ആ കുട്ടിയെ വളർത്തുന്നത് അള്ളാഹുവാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമെന്ന് ഖുർആൻ പറയുകയാണ്. മറ്റൊരു സ്ഥലത്ത് കാണാൻ സാധിക്കും, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും. നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങളെ മരിപ്പിക്കാൻ പോകുന്നത് അള്ളാഹുവാണ്, ശേഷം നിങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതും അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനറിയാം നിങ്ങളുടെ ഓരോ വിഷയവും എങ്ങനെയായിരിക്കണം. ദാരിദ്ര്യത്തിലായിരിക്കുമോ, അതല്ല സമ്പത്തിന്റെ ഒരു പറുദീസയിലായിരിക്കും എന്ന കാര്യം അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അള്ളാഹുവിന് വിട്ടു നൽകുക എന്ന് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദാരിദ്ര്യം ഭയക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് മുമ്പാണ് നമ്മൾ ഒരു പ്രത്യേക രോഗമുള്ള ചില കുട്ടികളെ പറ്റിയുള്ള വാർത്തകൾ കേട്ടത്. ആ രോഗമുള്ള കുട്ടികൾക്ക് അവർക്ക് മരുന്ന്, ഇപ്പൊ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുണ്ട്. അതിനുള്ള മരുന്നുകൾ ഇവിടെ അവൈലബിൾ അല്ല. ആ മരുന്ന് കിട്ടണമെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആ മരുന്ന് എത്തിക്കേണ്ടതുണ്ട്. കോടികളാണ് ചെലവ്. 18 കോടി വേണമെന്നൊക്കെ പറഞ്ഞ വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ആ വാർത്ത വന്ന് മിനിറ്റുകൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ, 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആ എമൗണ്ട് പൂർണ്ണമായും സുമനസ്സുള്ള ആളുകൾ ഡൊണേറ്റ് ചെയ്യാണ്. ഇപ്പൊ എന്ത് പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ നമ്മുടെ കേവലം ചെറിയ ബുദ്ധി കൊണ്ട് ആ പ്രയാസത്തെ വലിയൊരു മലയായി കണ്ടുകൊണ്ട് അത് കുട്ടികളെ കൊലപാതകത്തിലേക്ക് എത്തിക്കുക എന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, പെൺകുട്ടിയാണെങ്കിൽ മോശമായി കാണുക എന്നതാണ്. ഈ ഒരു പ്രവണത പൊതുവെ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ്, ഒരു കൾച്ചറൽ പ്രാക്ടീസ് ആണ്. ഒരു പെൺകുട്ടിയായി ജനിച്ചൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി എന്തോ ഒരു മോശപ്പെട്ട അവസ്ഥയിൽ, അവളെ 2ാം തരമായി കാണുന്ന ഒരു പ്രകൃതം ചില ആളുകളൊക്കെ പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. ഇത് ജാഹിലിയ്യ കാലത്തും അത്തരം വിഷയങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തം ഭാര്യയെ ജനിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്തുകൊണ്ട് ത്വലാഖ് ചെയ്യുന്ന എത്രയോ ഭർത്താക്കന്മാർ ഇന്നും അത് കാണാം. ഈ ഇടയ്ക്കൊരു ഒരു രോഗിയെ, ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗിയെ കാണുകയുണ്ടായി. ആ ഉമ്മ അത്യാവശ്യം പ്രായമായ ഉമ്മയാണ്. അവന്മാർ ചോദിച്ചു നോക്കി, നിങ്ങളുടെ കൂടെ ആരാണുള്ളത്, ബൈസ്റ്റാൻഡറായി കൂടെ ആരാ വന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഉമ്മ പറയാണ്, എനിക്ക് എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് 2 പെൺകുട്ടികളാണ് ജനിച്ചത് എന്നതുകൊണ്ട് എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി. അപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്ന് ഒരു ഉമ്മ പറയുകയുണ്ടായി. ഇവിടെ നമുക്ക് ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടി ജനിക്കുന്നത് മോശമായി കാണുകയും അതിന്റെ കാരണക്കാരി ഉമ്മയാണെന്ന് വിധി എഴുതുകയും ആ ഉമ്മയെ ത്വലാഖ് ചെയ്യുന്ന, ഡൈവോഴ്സ് ചെയ്യുന്ന, എന്നേക്കുമായി ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയും പലപ്പോഴും ഇന്ന് കണ്ടുവരുന്നുണ്ട്. ഇസ്ലാമിൽ ഇത്തരം ചിന്തകൾക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രകൃതവും നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, 3 പെൺകുട്ടികൾ ഉണ്ടാകുന്ന ഒരു വ്യക്തി
ആ 3 പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികളിൽ അവൻ ക്ഷമ പാലിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ആ 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്ന പേരിൽ ആരെയും കുറ്റപ്പെടുത്താതെ, മോശമായി കാണാതെ അതിൽ ക്ഷമിക്കുകയും ആ കുട്ടികളെ അധ്വാനിച്ച് നന്നായി വളർത്തി പോറ്റി വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നരകത്തിൽ നിന്ന് അവരൊരു മറ സ്വീകരിക്കുന്നതാണ് എന്നുള്ളതാണ്. ആലോചിക്കുന്നത്, പെൺകുട്ടിയായതിന്റെ പേരിൽ മാത്രം നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ ഒരു ഉപ്പാക്ക് കഴിയുമെങ്കിൽ തീർച്ചയായും അതിൽ ക്ഷമിച്ച് ആ കുട്ടികൾ നന്നായി പോറ്റി വളർത്തുക എന്നതാണ് ആ വ്യക്തി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നത് വരെ മാന്യമായി വളർത്തിക്കഴിഞ്ഞാൽ അവരും ഞാനും തമ്മിൽ ഇങ്ങനെയാണ് എന്ന് 2 വിരലുകൾ ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. 2 കുട്ടികളെ പ്രായപൂർത്തിയാകുന്നവരെ മാന്യമായി വളർത്തിയാൽ മാത്രം മതി. അത്രമേൽ പ്രാധാന്യമാണ് പെൺകുട്ടികൾക്ക്, സ്ത്രീകൾക്ക് ഇസ്ലാം പ്രദാനം ചെയ്യുന്നത്. സൂറത്തുൽ നഹ്ലിൽ പെൺകുട്ടികളാകുന്നതിൽ സന്തോഷ വാർത്തയായിക്കൊണ്ടാണ് ഒരു പെൺകുട്ടി ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത്. എന്നാൽ ജാഹിലിയത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്ക് അവിടെ പെൺകുട്ടികളായി ജനിക്കുന്ന ആളുകൾക്ക് അനന്തരാവകാശ സ്വത്ത് ലഭിക്കുമായിരുന്നില്ല. മാത്രമല്ല, പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകളെയാണ് പലപ്പോഴും ചില ആളുകൾ അവരുടെ അനന്തരാവകാശ സ്വത്തായിക്കൊണ്ട് സ്ത്രീകൾ തന്നെ എടുക്കുന്ന ഒരു സമ്പ്രദായം പോലും അവിടെ ഉണ്ടായിരുന്നു. അത്രമേൽ കുത്തഴിഞ്ഞ ഒരു സമ്പ്രദായത്തിൽ നിന്ന് പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വവും സംരക്ഷണവും സേഫ്റ്റിയും സെക്യൂരിറ്റിയും ആവശ്യമാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ പേരാണ് ഇസ്ലാം എന്നത്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഒരു കുട്ടി, അവൾ പെൺകുട്ടിയായിരിക്കെ, ഒരു മകളായിരിക്കെ ഉപ്പാക്ക് അവളോടുള്ള ബാധ്യതകൾ, സഹോദരൻ അവളോടുള്ള ബാധ്യതകൾ, ഉമ്മാക്ക് അവളോടുള്ള ബാധ്യതകൾ, ഇതെല്ലാം കൃത്യമായ ഒരു സംരക്ഷണ വലയം അവൾക്ക് തീർക്കുന്നു എന്ന കാര്യം പൂർണ്ണമായി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ അടുക്കിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട്. അവരും അവരുടെ 2 മക്കളും കൂടെ ഉണ്ട്. അവരൊന്ന് പറയാണ്, പട്ടിണിയാണ് ഉമ്മ ആയിഷ എന്ന് പറഞ്ഞ്, പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം, എനിക്കും എന്റെ 2 മക്കൾക്കും തരണം എന്ന് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ വീട്ടിൽ പോയി ഇങ്ങനെ തിരയാണ്. തിരഞ്ഞപ്പോ ഒന്നും കിട്ടിയില്ല. ആകെ നോക്കിയപ്പോ കിട്ടിയത് 3 കാരക്കകളാണ്, 3 ഈത്തപ്പഴങ്ങളാണ്. ആ 3 കാരക്ക എടുത്തുകൊണ്ട് ഈ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുകയും ആ ഉമ്മ ആ 3 കാരക്കയിൽ 1 ഉമ്മാക്ക് എടുക്കുകയും ബാക്കി 2 ചെറിയ കുട്ടികൾക്ക്, 2 ചെറിയ പെൺകുട്ടികൾക്ക് ആ ഉമ്മ കൊടുക്കുകയും ചെയ്യാണ്. ഈ 1 കാരക്ക കിട്ടിയ പെൺകുട്ടി കരയാണ് അവിടെ നിന്നിട്ട്, ഉമ്മച്ചിയുടെ കയ്യിലുള്ള കാരക്ക കൂടി എനിക്ക് തരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ഈ ഉമ്മ ചെയ്തത് തന്റെ കയ്യിലുള്ള കാരക്ക 2 ആക്കിക്കൊണ്ട് അതിൽ ഒരു കുട്ടിക്ക് ഒരു കഷ്ണവും മറ്റേ കുട്ടിക്ക് മറ്റൊരു കഷ്ണവും കൊടുത്ത് ആ ഉമ്മ അവിടെ അങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഈ കാഴ്ച ആയിഷ റളിയല്ലാഹു അൻഹ കണ്ട് ഭയങ്കരമായി അത്ഭുതപ്പെടുന്നുണ്ട്. എത്രമാത്രം ത്യാഗമാണ് ആ ഉമ്മ അനുഭവിക്കുന്നുണ്ടാവുക ഈ കുട്ടികൾ വളർത്തുന്ന കാര്യത്തിൽ എന്ന് ചിന്തിക്കുകയും പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ ഈ വിഷയം പറയുകയും ചെയ്യാണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ ഉമ്മാക്ക് നാളെ സ്വർഗമുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന കാര്യമാണ്. അള്ളാഹു ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കി നരകത്തിൽ നിന്ന് അവർക്ക് മോചനവും കൊടുത്തു എന്നുള്ളതാണ്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഈ ഒരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേകമായ ബാബിന്റെ അണ്ടറിലാണ്. ആ ബാബിന്റെ പേര് ബാബ് ഫദ്ലുൽ ഇഹ്സാനി ഇലൽ ബനാത്ത്. പെൺമക്കൾക്ക് ഉപജീവനം കൊടുക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാബിന് കീഴിലാണ് ഇമാം മുസ്ലിം ഈ ഒരു ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളാണ് എന്നതോ, നമുക്ക് ദാരിദ്ര്യമുണ്ട്, പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട് എന്നതോ നമ്മുടെ കുട്ടികളെ 2ാം തരമായി കാണാനോ അവരെ വേറിട്ടുകൊണ്ട് നിർത്താനോ ഒരു കാരണമായി ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റു ചില ആളുകളൊക്കെ കരിയറാണ് ഒരു പ്രശ്നമായിട്ട് കാണാം. കരിയറിന് മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നല്ല കോഴ്സും പ്രൊഫഷനുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എക്സാം സീസണൊക്കെ വരുമ്പോൾ എങ്ങനെ ഞാനൊരു ഗർഭിണിയായിട്ട് മുന്നോട്ട് പോവാം, പെൺകുട്ടികളുടെ അപമാനമായിട്ട് കാണാം. ഗർഭിണിയാവുക എന്നത് എന്റെ കോഴ്സിനെയും കരിയറിനെയും ജോലിയെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് പെൺകുട്ടികൾ കാണുന്ന ഒരു അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഉമ്മയാവുക എന്നതും നമ്മളിലൂടെ ഒരു കുട്ടി ഉണ്ടാവുക എന്നതും ഒക്കെ അഭിമാനബോധത്തോടു കൂടി, അതിലുണ്ടാവുന്ന പ്രയാസങ്ങൾ എത്രയാണെങ്കിലും ശാരീരികവുമായും മാനസികമായിട്ടുമൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അത്രയും പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിന് ലഭിക്കുന്ന പുണ്യത്തെ ആലോചിച്ചുകൊണ്ട് ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നതാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഈ ഇടയ്ക്ക് ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷ വരുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. പ്രസവിക്കാനുള്ള ഏറ്റവും അവസാന ഘട്ടത്തിൽ 8-9 മാസമായി നിൽക്കുന്ന സമയമാണ്. യൂണിവേഴ്സിറ്റി എക്സാം എഴുതാതെ അവരുടെ വഴിയില്ല. അത്രമേൽ ഗർഭിണിയായി ടേം എത്താനാവുന്ന സമയത്ത് ആ കുട്ടി പ്രസവത്തിന് വേണ്ടി പോകാൻ അതിന് ഒരാഴ്ച 2 ആഴ്ച മാത്രം ബാക്കിയുള്ള സമയത്ത് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുകയും അത്ര പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് എഴുതിയ പരീക്ഷയായിരുന്നിട്ട് പോലും അതിൽ ടോപ്പ് റാങ്ക് അടിക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. ഇത് മനസ്സിലാക്കുന്നത് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് ഖൈറായതെന്ന കാര്യം നമുക്കാണ് അറിയുക, നിങ്ങൾക്കല്ല. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജോലിക്കോ മറ്റോ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിയും വിലക്കുകൾ നിങ്ങൾ അതൊരു 2ാം തരമായി കാണുന്നുണ്ടെങ്കിൽ അതിന് പ്രയാസം ഉണ്ടാകുമെന്ന കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റു ചിലർക്ക് അഭിമാന പ്രശ്നമാണ്.
തുടരെ തുടരെ കുട്ടികൾ ഉണ്ടാവുക എന്നത് വലിയ അപമാനമായി കാണുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾ ഏറ്റവും അധികം പ്രസവിക്കുന്ന പെൺകുട്ടികളാണ് ഏറ്റവും സ്വാലിഹത്തായ അല്ലെങ്കിൽ ഏറ്റവും നല്ല സമ്പത്തായിക്കൊണ്ട് നിങ്ങൾക്കുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നമുക്ക് മറ്റെന്താ പിന്നെ ആലോചിക്കാനുള്ളത്? ഏറ്റവും അധികം പ്രസവിക്കുന്ന പെൺകുട്ടികൾ നമുക്ക് സമ്പത്താണ് എന്ന് പറയുമെങ്കിൽ തീർച്ചയായും പ്രസവിക്കുക എന്നത് ഒരു മോശമായ കാര്യമായി ഒരിക്കലും നമ്മൾ മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രയാസങ്ങൾ വരുമ്പോൾ രണ്ടാം തരമായി കാണാൻ പാടില്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന് വൈകല്യങ്ങളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം കുട്ടികൾക്ക് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുമ്പോഴും മറ്റൊക്കെ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ പോയി അടുത്ത ഓപ്ഷൻ അബോർഷൻ. ഇങ്ങനൊരു കാര്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഒരു കുട്ടിയെ ഈ 45 ദിവസത്തിനുള്ളിൽ അബോർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അത് പണ്ഡിതന്മാരുമായി സംസാരിച്ച് ആ കുട്ടിക്കും ഉമ്മയ്ക്കും അവരുടെ ജീവന് വിഷയം വരുന്ന അവസ്ഥയാണെങ്കിൽ, ആ ജീവൻ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരമൊരു ചിന്ത തന്നെ ആലോചിക്കാൻ പോലും പറ്റുള്ളൂ. പിന്നെ പല ആളുകളൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോ എന്തോ ഒരു ചെറിയ വൈകല്യം കണ്ടു, എന്തോ ഒരു ഡിസബിലിറ്റി കണ്ടു എന്നതുകൊണ്ട് പോയി അബോർഷൻ ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഈ ഇടയ്ക്ക് ഒരു കുട്ടി ഇതുപോലെ വൈകല്യത്തോട് ജനിച്ചൊരു കുട്ടി ഉണ്ടായിരുന്നു. ചെറിയ മാനസികമായ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും ആ കുട്ടിയെ രണ്ടാമതായി കാണുകയും അവളെ തീർച്ചയായും റൂമിൽ നിന്ന് പുറത്തിറക്കുക പോലും ചെയ്യാതെ വാതിലടച്ച് കുട്ടിയിടുന്ന അവസ്ഥ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് വീട്ടിൽ ആരെങ്കിലും അതിഥികളായി വന്നു കഴിഞ്ഞാൽ ഈ കുട്ടിയെ നേരെ പോയി റൂമിൽ അടച്ചിടും. ശേഷം ആ കുട്ടി ആരും കാണാത്ത അവസ്ഥയിൽ, കാരണം കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ, മാനസികമായി ചെറിയ വെല്ലുവിളിയുള്ള ഒരു കുട്ടിയാണല്ലോ, അതുകൊണ്ട് ആ കുട്ടി ആരും കാണിക്കാതെ വളർത്തി വലുതായി വരുന്ന അവസ്ഥ ഉണ്ടായി. പക്ഷെ ഈ കുട്ടിക്ക് പ്രത്യേകമായ ചില കഴിവുകൾ ഉണ്ടായിരുന്നു. അവൻ വായിച്ചു പഠിച്ചു, അവസാനം അവന് ഒരു PSC എക്സാം എഴുതി അതിൽ നല്ല റാങ്ക് വാങ്ങി ഒരു ഗവൺമെന്റ് ജോലി കിട്ടുകയുണ്ടായി. ഈ ഉമ്മാക്കും ഉപ്പാക്കും ഈ കുട്ടി മാത്രമായിരുന്നതുകൊണ്ട് തന്നെ ഇവർ പ്രായമായി മാറിയപ്പോൾ, വാർദ്ധക്യത്തിൽ എത്തിയപ്പോൾ പിന്നീട് ഇവരെ നോക്കി വളർത്താൻ ഈ കുട്ടിയുടെ ശമ്പളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഈ ഇടയ്ക്ക് അനുഭവം പറഞ്ഞു കേൾക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ ഖൈർ കണ്ടെത്തിയത് അത് നമുക്ക് അറിയില്ല എന്ന കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഇത്തരം ചിന്താഗതികളിലേക്കും അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പോലും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കും മനുഷ്യൻ ചിന്തിക്കാനുള്ള ഒരു കാരണം എത്താനുള്ള പ്രധാന വിഷയം എന്നത് അവന്റെ ചിന്താഗതിയുള്ള മാറ്റങ്ങളാണ്. അവിഹിതങ്ങൾ വർദ്ധിക്കുകയാണ്. ക്യാമ്പസുകളിലും സ്കൂളുകളിലും ഒക്കെ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയെത്തിയ കുട്ടികൾക്കിടയിൽ പോലും പലപ്പോഴും അവിഹിതമായ ബന്ധങ്ങൾ വർദ്ധിക്കുകയാണ്. അതിന് പല പേരുകളും കൊടുക്കുന്നു, പല ന്യായീകരണവും പറയുന്നു, പല രൂപത്തിലും അതിനെ ഷുഗർ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ ന്യായീകരിച്ച് വെളുപ്പിച്ചെടുക്കുന്ന ഒരവസ്ഥയും പലപ്പോഴും കാണാൻ കഴിയും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി മുസ്ലിം ആണെങ്കിൽ തീർച്ചയായും അവന് അന്യ സ്ത്രീ അത് ഹറാമാണ്. അവളുമായി മെഹ്റമല്ലാത്തൊരു സ്ത്രീയുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇടപെടാനോ ചാറ്റ് ചെയ്യാനോ ഒന്നും അവന് പാടില്ലാത്ത കാര്യമാണ്. ആ ബോധം അവൻ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. ആ ബോധം ഇല്ലാത്തപ്പോഴാണ് പലപ്പോഴും ഇത്തരം ബന്ധങ്ങൾ വഴിവിട്ട രൂപത്തിലേക്ക് പോവുകയും അത് ഇത്തരത്തിൽ ശാരീരികമായിട്ട് പല റിലേഷനിൽ ഏർപ്പെടുകയും അങ്ങനെ പിന്നീട് കുഞ്ഞുങ്ങളുണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോലും എത്താൻ കാരണമാകുന്നത്. നാം ഗൗരവത്തിൽ ആലോചിച്ച് നോക്കണം. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇസ്ലാം ഒരു കൽപ്പന വെക്കുന്നുണ്ട് എങ്കിൽ ഈ കൽപ്പന അത് കാലികമാണ്, എല്ലാ കാലങ്ങൾക്കും ബാധകമാണ്, അത് നിത്യപ്രസക്തമാണ്, അത് ഈലായൗമുൽ ഖിയാമ, അതിൽ യാതൊരു സംശയം നമുക്ക് വേണ്ടതില്ല. കാരണം അത് ദൈവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് യാതൊന്നും അതിൽ സന്ദേഹിക്കാനില്ല, ഡൗട്ട് അടിക്കാനില്ല. കാരണം വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് ഒരു കാര്യത്തോട് വെറുപ്പുണ്ടായേക്കാം, പക്ഷെ പക്ഷെ ആ കാര്യത്തിൽ നിങ്ങൾക്ക് അതൊരു ഗുണമായി ഭവിച്ചേക്കാം. നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര ഇഷ്ടമുണ്ടായേക്കാം, പക്ഷെ അത് നിങ്ങൾക്കൊരു ഷർറായിരിക്കാം, ഒരു ദോഷമായിരിക്കാം ഭാവിയിൽ ഉണ്ടാക്കുക. അല്ലാഹു പറയാണ്, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവാണ് എല്ലാം അറിയുന്നവൻ, നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൊണ്ടും ചിന്തിച്ചെടുക്കുന്ന കാര്യങ്ങൾ അത് വളരെ നിസ്സാരമാണ്. എന്നാൽ അള്ളാഹു ചിന്തിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ആധാരം. അള്ളാഹുവിന്റെ കൽപ്പനകൾ എവിടെയുണ്ടോ, അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഒരു മനുഷ്യന്റെ നോട്ടത്തിന്റെ വിഷയത്തിലാണെങ്കിലും, അവന്റെ സംസാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും, അവന്റെയും അവളുടെയും വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലാണെങ്കിലും ഒക്കെ അതിൽ എവിടെയാണോ കൽപ്പന, ആ കൽപ്പനയിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കാനും അതിൽ ഒരു അഭിമാനബോധം കണ്ടെത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുഞ്ഞുങ്ങൾ നമുക്ക് എന്നും സന്തോഷം നൽകുന്നതാണ്. ഒരു കുഞ്ഞുണ്ടാവുക എന്നത് സ്വാഭാവികമായും ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്ന, ഓരോ ഘട്ടവും കണ്ടറിഞ്ഞ് വളർത്തുന്ന
ആ ഉമ്മാക്കും ഉപ്പാക്കും കൺകുളിമ പ്രദാനം ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. ഒരു കുഞ്ഞുണ്ടാവുക എന്നത് ഒരു അനുഗ്രഹമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗർഭധാരണത്തിന്റെ സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഒരു ഉപ്പയുടെയും ഉമ്മയുടെയും വലിയ ഉത്തരവാദിത്തമാണ്. ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു പ്രത്യേക പ്രാർത്ഥന തന്നെ അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പേരിടുന്ന, നല്ല അർത്ഥവത്തായ ഒരു പേര് ആ കുട്ടിക്ക് ഇടുക എന്നതും ഉപ്പയുടെയും ഉമ്മയുടെയും, ഒരു മുസ്ലിമായ ഉപ്പയുടെയും ഉമ്മയുടെയും ബാധ്യതയാണ് എന്നും ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന്, ആ കുട്ടിക്ക് വേണ്ട ഉപജീവനം നൽകുക. ആ കുട്ടിക്ക് എന്തെല്ലാമാണോ വളർന്നു വരുന്ന സമയത്ത് ആവശ്യമുള്ളത് അതെല്ലാം കണ്ടറിഞ്ഞ് നൽകുക എന്നതും ഉപ്പയുടെയും ഉമ്മയുടെയും ഉത്തരവാദിത്തമാണ്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മുല കൊടുക്കുക എന്നതും ഉത്തരവാദിത്തമായിക്കൊണ്ട് സൂറത്തുൽ ബഖറയിൽ 233 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽവാരിദാതു യുർദിഅന ഔലാദകുന്ന ഹൗലൈനി കാമിലൈൻ. 2 വർഷം പൂർണ്ണമായിട്ട് മുല കൊടുക്കുക എന്നത് ഒരു ഉമ്മയുടെ ഉത്തരവാദിത്തമായിക്കൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത്രമേൽ വലിയ വലിയ വിഷയങ്ങൾ പോലും, നമ്മൾ പലപ്പോഴും നിസ്സാരമായി കാണുന്ന കാര്യങ്ങൾ പോലും ഖുർആൻ അത്ര ഗൗരവത്തിൽ നമ്മോട് പറയുന്നുണ്ട് എങ്കിൽ, മാത്രമല്ല ചെറിയ കുട്ടികൾ, അവർക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിച്ച് അവർ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾ സ്വർഗത്തിലാണ് എന്നും അവിടെ അവർക്കിങ്ങനെ ഓടിക്കളിക്കുന്നത് നിങ്ങൾ കണ്ടുപോയെന്ന് അല്ലാഹു റസൂൽ ചോദിക്കുകയാണ്. ആ ചെറിയ കുട്ടികൾ എങ്ങാനും നമ്മൾ പല കാരണം കൊണ്ട് മരിക്കുന്ന കുട്ടികളുണ്ടാവും. ജനിച്ചു കഴിഞ്ഞാൽ പല വിഷയങ്ങളും കുട്ടികൾ മരിക്കാം. ആ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ആ മരണപ്പെട്ടതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾക്ക് സ്വർഗമുണ്ട് എന്നും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അനുശുഭങ്ങൾ അത്രമേൽ ഗൗരവത്തിൽ ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ചെറിയ പ്രായം മുതൽ ആ കുട്ടിയോട് കരുണ കാണിക്കണമെന്നും ആർദ്രത കാണിക്കണമെന്നും ആ കുട്ടിക്ക് മതത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന രൂപത്തിൽ കുട്ടിയെ വളർത്തി കൊണ്ടുവരണമെന്നും കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര. ആ കുട്ടികളെല്ലാം ശുദ്ധ പ്രകൃതി ജനിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ഇസ്ലാമിനെ പതിയെ 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 അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും പകർന്നു കൊടുക്കണമെന്നും ആർദ്രത കാണിക്കണമെന്നും അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറണമെന്നും അവർക്ക് ഒരു സങ്കടം വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെയും സങ്കടമാവണമെന്നും ഒക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധ ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത്രമേൽ ഉത്തരവാദിത്തമുള്ള ഒരു വിഷയമാണ് നമ്മുടെ കുട്ടികളെ വളർത്തുക എന്നത്. പക്ഷെ ഇന്ന് വളരെ നിസ്സാരമായി ഇത്തരം വിഷയങ്ങളെ കാണുമ്പോൾ ആ വിഷയങ്ങളുടെ അടിസ്ഥാന കാരണങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിഞ്ഞ് ഒരിക്കലും അത്തരം കാരണങ്ങളോ അത്തരം ചിന്താഗതികളോ നമ്മളിലേക്ക് വരുന്നില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കുട്ടിയെ ഈ പറഞ്ഞതുപോലെ അബോർഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടിയെ നമുക്ക് നമ്മുടേതല്ലാത്ത പല കാരണങ്ങൾ കൊണ്ടും ആ കുട്ടിയെ കൊല്ലാനുള്ള ചിന്ത വരുന്ന ആളുകളെ പറ്റി ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖദ് ഖസിറ അല്ലദീന ഖതലു ഔലാദഹും സഫഹൻ ബിഗൈരി ഇൽം. ഖദ് ഖസിറ, അത്തരം ആളുകൾ, സ്വന്തം മക്കളെ വധിക്കാൻ തയ്യാറാകുന്ന ആളുകൾ, അവർ നഷ്ടത്തിലാണ്, പൂർണ്ണമായ നഷ്ടത്തിലാണ്. അല്ലദീന ഖതലു ഔലാദഹും, ആരാണോ തങ്ങളുടെ മക്കളെ വധിക്കുന്നത്, സഫഹൻ ബിഗൈരി ഇൽം, അവർക്ക് യാതൊരു വിവരവുമില്ലാതെ കുഞ്ഞുങ്ങളെ വധിക്കുന്ന ആളുകൾ അവർ നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം വളരെ ഗുരുതരമാണ്. നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത, ഒരുപക്ഷെ ജാഹിലിയത്തിൽ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ മാത്രം അന്നത്തെ അറബികളിൽ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതി വീണ്ടും പുതിയ രൂപത്തിൽ നമ്മളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത്തരം വിഷയത്തെ നമ്മളിലേക്ക് ഒരിക്കലും ഉണ്ടാവില്ലെന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, നമ്മുടെ ഈ ഹയാത്ത്, ഈ ദുനിയാവിയായ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തുമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഏറ്റവും നന്നായി പോറ്റി വളർത്താൻ, പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇസ്ലാമികമായി തർബിയത്ത് കൊടുത്തുകൊണ്ട്, തസ്കിയത്ത് കൊടുത്തുകൊണ്ട് അവരെ രൂപാന്തരം പ്രാപിച്ച് നല്ല മുസ്ലിംകളും മുഅ്മിനുകളുമായി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഒരു മാതൃകാപരമായ രൂപത്തിൽ വളർത്തുന്ന രക്ഷിതാക്കളായി അല്ലാഹു നമ്മെ ഏവരെയും മാറ്റി തരുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ മക്കൾ, ചെറിയ മക്കൾ, അവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി നാളെ നമ്മുടെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ ഇപ്പോഴും വ്യത്യസ്ത രോഗങ്ങളുള്ള, വൈകല്യങ്ങളുള്ള, കഷ്ടപ്പാടുകളുള്ള ഒരുപാടധികം ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു ആഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളുള്ള ആളുകൾക്ക് അല്ലാഹു ശിഫാഉൽ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമെല്ലാം അല്ലാഹു തർബീയത്തും തസ്കീത്തും നൽകി അവരിൽ കൺകുളിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في فلسطين. اللهم انصر إخواننا المجاهدين في كل مكان
اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.